ജീവിതം മനോഹരമാകുന്നത് തേടിപ്പോകുമ്പോഴല്ല, തേടി വരുന്നവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ്. വേദനകളും കഷ്ടപ്പാടുകളും ക്ഷമയോടെ അതിജീവിച്ചവർക്ക് മാത്രമേ ജീവിതത്തിൻ്റെ മനോഹാരിതയും സുഖവും അനുഭവിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ മരുന്നുകളും ബന്ധങ്ങളും ഒരുപോലെ ഗുണകരമാണ്. രണ്ടും വേദനകൾക്ക് ആശ്വാസം നൽകും. എന്നാൽ ബന്ധങ്ങൾക്ക് മരുന്നുകളെപ്പോലെ കാലാവധിയില്ല എന്ന ഒരു വ്യത്യാസമുണ്ട്. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാം. എത്ര വഴക്കിട്ടാലും ഭർത്താക്കന്മാരുടെ സ്നേഹത്തോടെയുള്ള പുഞ്ചിരിയിൽ തീരുന്നു ഏതൊരു ഭാര്യയുടെയും മനസ്സിലെ ദേഷ്യം. കാരണം ഭാര്യമാരുടെ ലോകമെന്ന് പറയുന്നത് അവരുടെ ഭർത്താക്കന്മാരാണ്. നീ ചെയ്യുന്ന ഏതു തെറ്റുകളും അങ്ങേയറ്റം ക്ഷമിക്കുന്ന ആളിനെ നീ സൂക്ഷിക്കുക. ക്ഷമയുടെ അതിരും കടന്ന് അവർ പോയാൽ പിന്നീടൊരു തിരിച്ചുവിളി നിനക്ക് സാധ്യമാവില്ല. തുറന്നും സത്യസന്ധവുമായ ആശയവിനിമയം ദാമ്പത്യത്തിൻ്റെ അടിത്തറയാണ്. പരസ്പരം സംസാരിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഇവ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നു. പ്രശ്നങ്ങൾ വന്നു കഴിയുന്നതിനു ശേഷം മാത്രമല്ല, അതവിടെ തന്നെ സംസാരിച്ച് തീർക്കുന്നത് ബന്ധം ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഒരു മാതാവ് തൻ്റെ മകനെ എത്രയധികം സ്നേഹിക്കുന്നോ അത്രയും അധികം സ്നേഹിക്കാൻ അവൻ്റെ ഭാര്യയ്ക്ക് കഴിയും. കാരണം ഏതൊരു ഭാര്യയുടെയും ആദ്യ മകൻ അവളുടെ ഭർത്താവായിരിക്കും. കണ്ണു നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കണം. അത് ഓർത്ത് വീണ്ടും കരയാനല്ല, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രം. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാളുടെ ഒപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ്. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. സ്വന്തം അനുഗ്രഹങ്ങളെ എണ്ണുന്നതിനു പകരം മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളെ എണ്ണുന്നതിൽ നിന്നാണ് അസൂയ ഉണ്ടാകുന്നത്. എന്നെ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്നാവുമ്പോൾ അത് സ്നേഹബന്ധമല്ല, അടിമ ബന്ധമാണ്. നമ്മളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സ്വയം തീരുമാനിച്ച് പിന്മാറാൻ തീരുമാനിച്ചാൽ നമുക്ക് എപ്പോഴും തോൽവി മാത്രമായിരിക്കും നേരിടേണ്ടി വരുന്നത്. ജീവിതമാണ്, അവിടെ ജയവും തോൽവിയും ഉണ്ടാകും. എന്നെക്കൊണ്ട് ഇതേ പറ്റുകയുള്ളൂ എന്നുറപ്പിച്ചിരുന്നാൽ ഒരിക്കലും മുന്നേറാൻ പറ്റില്ല. നമ്മുടെ യാത്രയിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ യാത്രയിൽ പ്രതിസന്ധികളുണ്ടായാൽ തരണം ചെയ്യാനുള്ള കരുത്താണ് ആർജിക്കേണ്ടത്. സ്വയം തോറ്റു പിന്മാറാതെ, ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോവുക. നിങ്ങൾ ആരെയാണോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അത് അവരോട് പ്രകടിപ്പിക്കണം. കാരണം ലോകം മുഴുവൻ കണ്ട താജ്മഹൽ മുംതാസ് മാത്രം കണ്ടില്ല. മനോഹരമായ ഒരു കലയാണ് ഒരു വാക്ക്. വാക്ക് പിഴച്ചാൽ മതി. വിലപിടിച്ച പല സുന്ദര ബന്ധങ്ങളും പൊട്ടിപ്പൊടിഞ്ഞു പോകും. വാക്കുകൾ സൂക്ഷിക്കുക. സമ്പത്തും സൗന്ദര്യവും ഒന്നുമല്ല ഏറ്റവും വലിയ അനുഗ്രഹം. ദിവസം ആരംഭിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഒരു അവയവത്തിനും വേദനയില്ലാതെ ദിവസം തുടങ്ങാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെയില്ല. നിഷ്കളങ്കമായ ഹൃദയം, നിർമ്മലമായ മനസ്സ്, നിറപുഞ്ചിരി, നിസ്വാർത്ഥ സ്വഭാവം ഇവയെല്ലാം കുട്ടിക്കാലത്തിൻ്റെ മാത്രം പ്രതീകമായി ഒതുങ്ങേണ്ടവയല്ല. പ്രായം കൂടുന്നതിനനുസരിച്ച് കൈമോശം വരാനുള്ളതുമല്ല. ജീവിതയാത്രയിൽ അങ്ങോളം നിഴൽ പോലെ കൂടെയുണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങളാണ്. പുറത്തുനിന്നുള്ള വെളിച്ചത്തിന് കാത്തുനിൽക്കാതെ സ്വയം ഒരു വിളക്കായിട്ട് മാറൂ. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ ഹൃദയത്തോട് തന്നെ ചേർത്ത് വെക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും നമ്മളെ അത്ര ആവശ്യം ഒന്നുമില്ല. ചിലർ നമ്മളെ സ്നേഹിക്കുന്നു, ചിലർ നമ്മളെ സ്നേഹിക്കുന്നതായി നടിക്കുന്നു, ചിലർ അവരുടെ ആവശ്യാനുസരണം നമ്മളെ ഉപയോഗിക്കുന്നു. ജീവിതമെന്ന് പറഞ്ഞാൽ കല്ലുകളും മുള്ളുകളുമുള്ള വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന കയറ്റവും ഇറക്കവുമുള്ള ഒരു വഴിയാണ്. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. നിങ്ങൾ ദുഃഖത്തിൽ കഴിയുമ്പോൾ മനസ്സിലാക്കുക സന്തോഷം നിങ്ങളുടെ അടുത്തുണ്ട് എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.